ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി മുട്ട കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടേക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പം ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ 8 കോഴിമുട്ട പുഴുങ്ങിയെടുത്തതിന് ശേഷം അത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഈ ഒരു മഞ്ഞ ഭാഗം മാറ്റിയെടുക്കുന്നുണ്ട്. ഇതിൻ്റെ വെള്ളയും നമുക്ക് ആവശ്യമുണ്ട്, ഇതും ഒന്ന് മാറ്റി വെച്ചേക്കാം. അടുത്തതായി സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 4 സബോള ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു കൂട്ട് തയ്യാറാക്കുമ്പോൾ എല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാൻ നോക്കുക, എന്നാലേ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു പരുവത്തിൽ കിട്ടുള്ളൂ. ഞാനിപ്പോൾ ഇതിലേക്ക് 2 പച്ചമുളകും ഒരു 3 അല്ലി വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇതിൻ്റെ ഈ ഒരു മസാല നല്ലപോലെ വെന്ത് കുഴഞ്ഞ് കിട്ടണം. ഒരു 3 മിനിറ്റ് നേരം ആദ്യം ഒന്ന് വേവിച്ച് കൊടുത്ത ശേഷം പിന്നീട് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, പകുതി വേവായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് പൊടികളും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി വേവിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് കിട്ടും. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ അളവിൽ മുളക് പൊടി, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, ഗരം മസാലപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് കൂടി ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്ക് നമ്മുടെ ഈ ഒരു പൊടിയുടെയൊക്കെ ആ ഒരു പച്ചമണമൊക്കെ മാറിക്കിട്ടും. പിന്നെ പകുതി വെന്ത് കിട്ടിയിട്ടുള്ള ഈ ഒരു ഉള്ളി മസാലയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കുഴഞ്ഞ് കിട്ടിക്കോളും. 2 മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ദാ നല്ലപോലെ വെന്ത് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് മുട്ടയുടെ മഞ്ഞയാണ്. ഈ മഞ്ഞ ഇട്ട് കൊടുത്ത ശേഷം ഈ മസാലയായിട്ട് നന്നായിട്ടൊന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് 1 മിനിറ്റ് കൂടി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ആ ഒരു മഞ്ഞയിലും കൂടെ ഈ ഒരു മസാലയൊക്കെ ചേർന്ന് കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. 1 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിത് തുറന്ന് നോക്കുന്നുണ്ട്. ഇപ്പോൾ ദാ നല്ല കറക്റ്റ് പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഒരു പാത്രത്തിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ 1.5 കപ്പ് മൈദമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു നുള്ള് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല, നമ്മൾ വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്നതിന് കളറിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാനിത് വീഡിയോയിലേക്ക് കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ചേർത്ത് കൊടുക്കുന്നതാണ്. ഇനി ഇതിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിന് വെള്ളം പോരാ, കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഘട്ടം ഘട്ടമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഈ മാവ് ഒരുപാട് അങ്ങ് ടൈറ്റും ആവരുത്, ഒരുപാട് ലൂസും ആവരുത്. അപ്പോൾ കറക്റ്റ് പരുവത്തിന് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഘട്ടം ഘട്ടമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. 250 ml കപ്പിൻ്റെ അളവിന് 1.25 കപ്പ് വെള്ളമാണ് ഇപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇത് കറക്റ്റ് പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മാവിൻ്റെ കറക്റ്റ് പരുവം. മുട്ട ബജ്ജി തയ്യാറാക്കാനായിട്ട് നമ്മുടെ മാവ് ഇരിക്കില്ല, ആ ഒരു പരുവത്തിലാണ് നമ്മൾ ഈ ഒരു മാവിനെയും റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു മുട്ടയുടെ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഈ ഒരു മസാല വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് കറക്റ്റ് ആക്കി കൊടുത്തിട്ട് ഈ മാവിലേക്കൊന്ന് മുക്കിയെടുക്കണം. ഇനിയിപ്പോൾ നമുക്ക് നോമ്പിനൊക്കെ തയ്യാറാക്കി എടുക്കണമെന്നുണ്ടെങ്കിലും വൈകിട്ട് സാധാരണ ചായയുടെ കൂടെ കഴിക്കാനാണെന്നുണ്ടെങ്കിലും വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സ് ആണിത്. അപ്പോൾ ഇതേപോലെ തന്നെ ഓരോ മുട്ടയുടെ വെള്ളയും എടുത്തിട്ട് ഇതുപോലെ മസാല ഒന്ന് ഫില്ല് ചെയ്ത് ഈ മാവിലൊന്ന് മുക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ സ്റ്റവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഓയിലൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഒരുപാട് ഫ്ലെയിം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. മസാലയൊക്കെ വെന്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ പുറമേയുള്ള മാവ് ഒരുപാട് കട്ടിയില്ലാത്തതുകൊണ്ടും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാനിതെല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. 1 മിനിറ്റ് ഈ ഒരു ഭാഗം വെന്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്നുകൂടി തിരിച്ചിട്ട് കൊടുത്ത് നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു പുറം ഭാഗം വെന്ത് കിട്ടിയ അതേപോലെ തന്നെ മറ്റേ ഭാഗവും കൂടെ വെന്ത് കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ ദാ ഇതിൻ്റെ 2 സൈഡും വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം എണ്ണയിൽ നിന്ന് കോരി മാറ്റാം.
ഇതേപോലെ തന്നെ ഞാനിപ്പോൾ എല്ലാം ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അധികം എണ്ണ ഒന്നും കുടിക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. ഇതിൻ്റെ അകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. ഇതിൻ്റെ അകം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ടേസ്റ്റി ആയിട്ടുണ്ടാവും ഈ പലഹാരം എന്നുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.